ഒരു കാലത്ത് ഭൂമിക്കടിയിൽ മോൾമാൻ എന്ന് വിളിക്കപ്പെടുന്ന ശക്തനായ ഒരു രാജാവ് ജീവിച്ചിരുന്നു. മിക്ക രാജാക്കന്മാരെ പോലെയും തനിക്ക് കീഴടക്കാൻ സാധിക്കാത്തതിനെയെല്ലാം അവൻ വെറുത്തു. സർഫസ് വേൾഡിന്റെ അടിയിലുള്ളതെല്ലാം, അതായത് എർത്തിന്റെ അടിയിലുള്ളതെല്ലാം അവന്റേതായിരുന്നു. എന്നാലും സർഫസ് വേൾഡിനെയും കീഴടക്കാൻ മോൾമാൻ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ അൺസ്റ്റേബിൾ മോളിക്യൂൾസാൽ നിറയപ്പെട്ട വൈബ്രേനിയത്തിന്റെ ഒരു കൂമ്പാരം മോൾമാന്റെ പ്രജകൾ കണ്ടെത്തി. തങ്ങൾ കണ്ടെത്തിയ വൈബ്രേനിയം ഉപയോഗിച്ച് അവർ മോൾമാന് വേണ്ടി ഒരു പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ നിർമ്മിച്ചു കൊടുക്കുന്നു. മോൾമാൻ അത്ര ബുദ്ധിയുള്ള രാജാവായിരുന്നില്ല. അവൻ ബുദ്ധിയുള്ളവനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു. അതായത് മോൾമാൻ തന്റെ ആയുധത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്യുവർ എനർജി എർത്തിന്റെ കോറിലേക്ക് അയക്കുന്നു. ആ പ്യുവർ എനർജി എർത്തിന്റെ കോറിലേക്ക് പതിച്ചതും എന്തോ ഒന്ന് ഒരു വലിയ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അത്ര മനോഹരമല്ലാത്ത 4 ദിവസങ്ങൾക്ക് ശേഷം മാൻഹാട്ടനിലെ ഫെന്റാസ്റ്റിഫോറിന്റെ ആസ്ഥാനമായ ബാക്സ്റ്റർ ബിൽഡിംഗിൽ തുടർച്ചയായിട്ടുണ്ടാവുന്ന ഭൂമികുലുക്കത്തെ പറ്റി നിരീക്ഷിക്കുകയാണ് റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫെന്റാസ്റ്റിക്. മാൻഹാട്ടനിൽ മാത്രമല്ല, ആഗോള തലത്തിൽ ഉണ്ടാകുന്ന ഭൂമികുലുക്കത്തെ പറ്റിയും എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണം റീഡ് റിച്ചാർഡ്സ് കണ്ടുപിടിക്കുന്നു. അതായത് എന്തോ ഒന്ന് ഭൂമിക്ക് വെളിയിലേക്ക് വരാൻ പോകുന്നു. പെട്ടെന്ന് തന്നെ കണ്ണടിച്ചു പോകുന്ന തരം ഒരു ലൈറ്റ് ബീം ആകാശത്തേക്ക് ഉയരുന്നതോടൊപ്പം തന്നെ ഭൂമിയാകെ വിറയൽ കൊണ്ടു. അതെ, ഭൂമിക്കടിയിൽ നിന്ന് ഒരു സെലസ്റ്റിയൽ ഉയർന്നു പൊങ്ങുന്നു. സെലസ്റ്റിയൽസ് കോസ്മിക് ബീയിങ്സ് ആണ്. അവർ വളരെ പവർഫുൾ ആണ്. സെലസ്റ്റിയൽസിന്റെ വരവ് അവർക്ക് ചുറ്റുമുള്ള എന്തിനും സർവനാശം വിതയ്ക്കും. സെലസ്റ്റിയലിനെ തടയാൻ റീഡ് റിച്ചാർഡ്സിന് എന്തെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. എന്നാൽ അതിന് നല്ല സമയം വേണ്ടിവരും. അതിനുവേണ്ടി ജോണി സ്റ്റോം ഹ്യൂമൻ ടോർച്ച് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് സെലസ്റ്റിയലിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ഫെന്റാസ്റ്റിഫോറിനോട് സഹായം ചോദിച്ചുകൊണ്ട് മോൾമാൻ സർഫസ് വേൾഡിലേക്ക് എത്തി. മോൾമാനെ കണ്ടതും റീഡ് റിച്ചാർഡ്സ് അദ്ദേഹത്തോട് ചോദിക്കുവാണ്, മോൾമാൻ, നീ എന്താണ് ചെയ്തത്? ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് സെലസ്റ്റിയൽ ഉയർന്നു പൊങ്ങിയത് എന്നൊക്കെ. അതിന് മറുപടിയായിട്ട് മോൾമാൻ പറയുവാണ്, യഥാർത്ഥ പ്രശ്നം സെലസ്റ്റിയൽ അല്ല, ദേ അതാണ്. പെട്ടെന്ന് തന്നെ ഭൂമിക്കടിയിൽ നിന്നും എല്ലാം നശിപ്പിച്ചുകൊണ്ട് സർഫസ് വേൾഡിലേക്ക് എത്തുകയാണ് കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഗോഡ്സില്ല. ആക്ച്വലി ആ സെലസ്റ്റിയൽ ഗോഡ്സില്ലയുടെ പക്കൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയതാണ് സർഫസ് വേൾഡിലേക്ക്. ഗോഡ്സില്ലയും സെലസ്റ്റിയലും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. സർഫസ് വേൾഡിനെ കീഴടക്കാൻ തനിക്ക് സാധിച്ചില്ലെങ്കിലും സർഫസ് വേൾഡിനെ നശിപ്പിക്കാൻ മോൾമാൻ പണ്ടേ സ്വപ്നം കണ്ടതാണ്. ഒരുപക്ഷെ ഈ വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം കാരണം മോൾമാന്റെ ആഗ്രഹം സാധിച്ചേക്കാം. ബഹിരാകാശത്തെ അനന്തമായ ശൂന്യതയും പ്ലാനറ്റുകളുടെ മധ്യഭാഗത്തെ ചുട്ടുപഴുത്ത നരകങ്ങളെയും അതിജീവിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് സെലസ്റ്റിയൽസ് എന്ന കോസ്മിക് ബീയിങ്സ്. പക്ഷേ ഗോഡ്സില്ല എന്ന ടൈറ്റനെ അതിജീവിക്കാൻ സെലസ്റ്റിയലിന് സാധിച്ചില്ല. ആ വമ്പൻ പോരാട്ടത്തിന്റെ അവസാനത്തോടെ ഗോഡ്സില്ല സെലസ്റ്റിയലിന്റെ തല അങ്ങോട്ട് പിടിച്ചു ഞെരിച്ചിട്ട് സെലസ്റ്റിയലിന്റെ തല പിഴുതെടുക്കുന്നു. അതെ, ഗോഡ്സില്ല സെലസ്റ്റിയലിനെ കൊന്നിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ ഒരു കോസ്മിക് ബീയിങ് ആയ സെലസ്റ്റിയലിനെ ഗോഡ്സില്ല കൊന്നത് കണ്ട ഫെന്റാസ്റ്റിഫോർ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രാന്തിയിൽ നിൽക്കുന്നു. ആരും ഒന്നനങ്ങുക പോലും ചെയ്യരുത്, ആരും മണ്ടത്തരമൊന്നും പ്രവർത്തിക്കരുത് എന്നൊക്കെ ഭൂമിയിലെ സ്മാർട്ടസ്റ്റ് മാൻ എന്ന് വിളിക്കപ്പെടുന്ന റീഡ് റിച്ചാർഡ്സ് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ മോൾമാൻ ഇവിടെ ഒരു മണ്ടത്തരം പ്രവർത്തിക്കുകയാണ്. മോൾമാൻ തനിക്ക് പുതിയതായിട്ട് ലഭിച്ച വൈബ്രേനിയം കൊണ്ട് നിർമ്മിതമായ തന്റെ വെപ്പണിൽ നിന്ന് പുറപ്പെടുന്ന പവർഫുൾ ആയിട്ടുള്ള ബീം ഗോഡ്സില്ലയ്ക്ക് നേരെ പ്രയോഗിക്കുന്നു. മോൾമാന്റെ ആക്രമണം ഗോഡ്സില്ലയെ നന്നായിട്ട് വേദനിപ്പിച്ചു. കലിപ്പും വേദനയും വന്ന ഗോഡ്സില്ല പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അതൊരു ഒന്നൊന്നര നോട്ടമായിരുന്നു. ഇതേ സമയത്ത് കലിപ്പ് കയറിയ റീഡ് റിച്ചാർഡ്സ് തന്റെ കൈ വലിച്ചു നീട്ടി മോൾമാന് ഒറ്റ പഞ്ച് കൊടുത്ത് അവിടെ നിന്നും തെറിപ്പിക്കുന്നു. ഗോഡ്സില്ല ഫെന്റാസ്റ്റിഫോറിന് നേരെ നടന്നു വരികയാണ്. ഗോഡ്സില്ല അവരെ ചവിട്ടി മെതിക്കാൻ പോകുമ്പോൾ സ്യൂസ്റ്റോം തന്റെ അതിശക്തമായ ഫോഴ്സ് ഫീൽഡുകൾ ഉണ്ടാക്കി ഗോഡ്സില്ലയുടെ ആക്രമണത്തിൽ നിന്ന് ഫെന്റാസ്റ്റിഫോറിനെ രക്ഷപ്പെടുത്തുന്നു. ഒട്ടും സമയം പാഴാക്കാതെ റീഡ് റിച്ചാർഡ്സ് എർത്തിലെ മറ്റു സൂപ്പർ ഹീറോസിനെ കൂടെ ഗോഡ്സില്ലയെ നേരിടാൻ അവിടേക്ക് വിളിക്കുന്നു. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് കയ്യിലെടുത്ത റീഡ് റിച്ചാർഡ്സിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ വെപ്പൺ കാരണമാണ് സെലസ്റ്റിയലും ഗോഡ്സില്ലയും സർഫസ് വേൾഡിലേക്ക് എത്തിയതെന്നും താൻ ഇതുവരെയും പരിശോധിച്ച വൈബ്രേനിയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മോൾമാന്റെ സ്റ്റാഫിലെ വൈബ്രേനിയം എന്നുമൊക്കെ. മിനിറ്റുകൾക്ക് ശേഷം മറ്റ് അവഞ്ചേഴ്സും ഗോഡ്സില്ലയെ തടയാനായിട്ട് അവിടേക്ക് എത്തി. ക്യാപ്റ്റൻ അമേരിക്ക, ക്യാപ്റ്റൻ മാർവല്, ബ്ലാക്ക് പാന്തർ, വാണ്ട മാക്സിമോഫ്, ക്യുക്ക് സിൽവർ എന്നിവരൊക്കെയാണ് അവിടേക്ക് എത്തിയത്. ഗോഡ്സില്ല ഒരു ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ്. സ്യൂസ്റ്റോം തന്റെ ഫോഴ്സ് ഫീൽഡുകളുടെ സഹായത്തോടെ ഗോഡ്സില്ലയുടെ ആക്രമണത്തിൽ നിന്ന് ആ ബിൽഡിങ്ങിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്യുക്ക് സിൽവർ അതിവേഗത്തിൽ ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാ സിവിലിയൻസിനെയും രക്ഷപ്പെടുത്തി ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നു. എക്സ്മെൻ എന്ന ടീം എർത്തിന് വെളിയിലാണെന്ന് സ്യൂസ്റ്റോം ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും സ്യൂസ്റ്റോമിന്റെ ഫോഴ്സ്
ഫീൽഡുകൾക്ക് അധിക നേരം ആ ബിൽഡിങ്ങിനെ സംരക്ഷിക്കുവാൻ സാധിച്ചില്ല. അതെ, ഗോഡ്സില സ്യൂസ്റ്റോമിന്റെ ഫോഴ്സ് ഫീൽഡുകളെ ഭേദിച്ച് ആ ബിൽഡിംഗ് തകർത്ത് തവിടുപൊടിയാക്കിയിരിക്കുന്നു. ഗോഡ്സിലയെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗോഡ്സിലയുടെ കയ്യിൽ ദ തിങ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഗോഡ്സിലയുടെ ആക്രമണം കണ്ടിട്ട് അവഞ്ചേഴ്സ് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഇവിടെ റീഡ് റിച്ചാർഡ്സിനെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. കാരണം മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് എടുത്തോണ്ടാണ് റീഡ് റിച്ചാർഡ്സ് ബാക്സ്റ്റർ ബിൽഡിംഗിലേക്ക് പോയിരിക്കുന്നത്. ഗോഡ്സിലയെ തറ പറ്റിക്കാൻ അദ്ദേഹം തീർച്ചയായിട്ടും എന്തെങ്കിലും കണ്ടുപിടിക്കാതിരിക്കത്തില്ല എന്ന് അവഞ്ചേഴ്സിന് നന്നായിട്ട് അറിയാം. ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നത് ഗോഡ്സിലെ കടലിലേക്ക് തന്നെ തിരികെ അയക്കാമെന്നാണ്. എന്നാൽ റീഡ് റിച്ചാർഡ്സ് അതിന് സമ്മതിക്കുന്നില്ല. ഗോഡ്സിലെ കടലിലേക്ക് അയക്കുന്നതിന് പകരം ബാക്സ്റ്റർ ബിൽഡിംഗിന് നേരെ അയക്കാനാണ് റീഡ് റിച്ചാർഡ്സ് ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുന്നത്. കാരണം ഗോഡ്സിലെ ഇല്ലാതാക്കാനുള്ള എന്തോ ഒരു സൊല്യൂഷൻ റീഡ് റിച്ചാർഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ഗോഡ് ഓഫ് തണ്ടറായ തോർ അവിടേക്ക് എത്തി. ഇത്രയും വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് താൻ ലേറ്റ് ആയിട്ട് വന്നതിന് ആദ്യം തന്നെ അദ്ദേഹം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്തായാലും വേണ്ടിയില്ല, എല്ലാവരുടെയും പ്രാർത്ഥന തോർ കേട്ടല്ലോ. മാൻഹാട്ടനിൽ നിന്ന് വേഗം പൊക്കോളൂ, അല്ലെങ്കിൽ എന്റെയും ഉറു മെറ്റലിന്റെയും കോപത്തെ നേരിടാൻ നീ തയ്യാറായിക്കോളൂ എന്നൊക്കെ തോർ ഗോഡ്സിലയോട് പറയുന്നു. എന്നാൽ ഗോഡ്സില അതൊന്നും വകവെക്കാതെ മുന്നോട്ട് നടക്കുന്നു. ഇവിടെ തോർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നു. ഗോഡ്സില തന്റെ വാൽ ഉപയോഗിച്ച് തോറിനെ ഒറ്റയടി. ഗോഡ്സിലയുടെ വാല് കൊണ്ടുള്ള പ്രഹരത്തിൽ ഭൂമിക്ക് വെളിയിലേക്ക് തെറിച്ചു പോവുകയാണ് തോർ. ഗോഡ്സിലയുടെ അടിയിൽ ബോധരഹിതനായ തോറിനോടൊപ്പം അദ്ദേഹത്തിന്റെ രക്തവും സ്പേസിൽ അദ്ദേഹത്തോടൊപ്പം ഒഴുകി നടക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഞെട്ടിത്തെറിച്ചു നിന്ന ക്യാപ്റ്റൻ മാർവൽ പറയുവാണ്, ഞാൻ പോയിട്ട് നമ്മുടെ ദൈവത്തെ തിരികെ കൊണ്ടുവരാമെന്ന്. ഒരു പക്ഷേ ക്യാപ്റ്റൻ മാർവല് ഇവിടെ തോറിനെ ഊക്കിയതാവാനാണ് സാധ്യത. ഗോഡ്സിലയെ പറ്റി റീഡ് റിച്ചാർഡ്സ് വളരെ ബ്രീഫ് ആയിട്ട് തന്നെ അവഞ്ചേഴ്സിനോട് പറയുന്നു. ആ ടൈറ്റന്റെ പേര് ഗോഡ്സില എന്നാണെന്നും ഗോഡ്സിലയുടെ വരവ് ചില സമയത്ത് ഒരു ശാപമാണെങ്കിലും ചില സമയത്ത് ലോകത്തിന് അതൊരു അനുഗ്രഹമായിരുന്നു. മോൾമാൻ ആ വൈബ്രേനിയം വെപ്പൺ കണ്ടെത്തിയതോടെ ഒരു നീണ്ട ഉറക്കത്തിൽ നിന്ന് ഗോഡ്സില ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് ഗോഡ്സിലെ വളരെയധികം അസ്വസ്ഥനാക്കിയിരിക്കുന്നു എന്നൊക്കെ. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് കയ്യിലെടുത്ത ബ്ലാക്ക് പാന്തർ ഒന്ന് അതിശയിക്കുന്നു. കാരണം 1000-ഓ 10,000-ഓ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമേ വൈബ്രേനിയത്തിന്റെ ഇത്തരമൊരു വേർഷൻ ഉണ്ടാവത്തുള്ളൂ. ഗോഡ്സിലെ പരാജയപ്പെടുത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും റീഡ് റിച്ചാർഡ്സ് സജ്ജമാക്കിയിരിക്കുന്നു. ഗോഡ്സില ഇനി ബാക്സ്റ്റർ ബിൽഡിങ്ങിന് നേരെ വന്നാൽ മാത്രം മതി. ഇതേ സമയത്ത് ദ തിങ് ഗോഡ്സിലയുടെ കയ്യില് ഒറ്റക്കടി. ഗോഡ്സിലയുടെ കൈ നന്നായിട്ട് വേദനിച്ചതുകൊണ്ട് തന്നെ ഗോഡ്സില ദ തിങ്ങിനെ ഒരു ബിൽഡിങ്ങിലേക്ക് എടുത്ത് ഒരൊറ്റ ഏറ്. ദ തിങ് ചെന്ന് വീണതോ ഡെയിലി ബ്യൂഗിളിന്റെ ബിൽഡിങ്ങിലേക്കാണ്. അതും സാക്ഷാൽ ജെ ജോണ ജെയിംസന്റെ ഓഫീസിലേക്ക്. സ്പൈഡർമാൻ ലിസാർഡിന്റെ സെറം കുടിച്ച് അവൻ ജയന്റ് മോൺസ്റ്ററായി മാറിയിരിക്കുന്നു. ഹോ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ദ തിങ് ജെ ജോണ ജെയിംസനെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറയുമ്പോൾ ആ പൊട്ടൻ ജെ ജോണ ജെയിംസൺ അതങ്ങ് വിശ്വസിക്കുന്നു. വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ച് തന്റെ ഹെക്സ് എബിലിറ്റീസ് പ്രയോഗിച്ചിട്ടും അതൊന്നും തന്നെ ഗോഡ്സിലയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാണ്ട മാക്സിമോഫും സ്യൂസ്റ്റോമും ഡോക്ടർ സ്ട്രേഞ്ചിനെ വിളിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, സോഴ്സറർ സുപ്രീമായ ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോൾ ഇന്റർ ഡയമെൻഷണൽ പാരസൈറ്റുകളുമായിട്ട് പോരാടുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന് ഇപ്പോൾ അവഞ്ചേഴ്സിനെ സഹായിക്കാനായിട്ട് അവിടേക്ക് പോകാൻ സാധിക്കില്ല. ഇതേ സമയത്ത് ക്യാപ്റ്റൻ അമേരിക്ക തന്റെ വൈബ്രേനിയം ഷീൽഡ് ഗോഡ്സിലയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ഗോഡ്സിലയോട് പറയുവാണ്, ഗോഡ്സില, നിനക്ക് ചിലപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് തോന്നിയേക്കാം. വളരെ ഭീമാകാരന്മാരായ വളരെ കോപാകുലരായ പച്ച രാക്ഷസന്മാരെ വരെ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. വളരെ കാലമായിട്ട് നിന്റെ ആക്രമണം തുടരുകയാണ്. ഒന്നെങ്കിൽ നിനക്ക് കടലിലേക്ക് തിരികെ പോയി വിശ്രമിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ തുടരാം, ഇവിടെ എന്നേക്കുമായിട്ട് വിശ്രമിച്ചുകൊണ്ട് എന്നൊക്കെ. ഇതൊക്കെ ഗോഡ്സിലയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോയി. അതെ, ഗോഡ്സില തന്റെ അറ്റോമിക് ബ്രത്ത് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കാൻ തയ്യാറാകുന്നു. കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രത്തിനെ തന്റെ വൈബ്രേനിയം ഷീൽഡിന്റെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക തടയുന്നു. ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രത്ത് വൈബ്രേനിയം ഷീൽഡിലേക്ക് തട്ടിയതും അറ്റോമിക് ബ്രത്തിനെ ആഗിരണം ചെയ്ത വൈബ്രേനിയം ഷീൽഡ് ആ അറ്റോമിക് ബ്രത്തിനെ തിരികെ ഗോഡ്സിലയ്ക്ക് നേരെ അയക്കുന്നു. അറ്റോമിക് ബ്രത്ത് സ്വന്തം ശരീരത്തിലേക്ക് തന്നെ ഏറ്റതും ഗോഡ്സില നിലം പതിക്കുന്നു. മാത്രമല്ല അറ്റോമിക് ബ്രത്ത് പതിച്ച ആഘാതത്തിൽ ഗോഡ്സിലയുടെ ബോഡിയിൽ വലിയൊരു കുഴി രൂപപ്പെട്ടു. ഗോഡ്സിലയുടെ കുടലുമാല വരെ പുറത്ത് കാണാമെന്നർത്ഥം. ഗോഡ്സില മരണപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഗോഡ്സില മരണപ്പെട്ടിട്ടില്ല. ഗോഡ്സിലയുടെ ബോഡി ഹീല് ചെയ്യാൻ ആരംഭിക്കുന്നു. ഗോഡ്സിലയെ ഡിഫീറ്റ് ചെയ്യാൻ റീഡ് റിച്ചാർഡ്സ് എന്ത് പദ്ധതിയാണ് തയ്യാറാക്കുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതായത് ഗോഡ്സില
ഗോഡ്സിലെ ഡിഫീറ്റ് ചെയ്ത് നെഗറ്റീവ് സോണിലേക്ക് അയക്കാനായിട്ട് റീഡ് റിച്ചാർഡ്സ് തന്റെ ബാക്സ്റ്റർ ബിൽഡിംഗിൽ ഒരു നെഗറ്റീവ് സോൺ ഗണ്ണ് നിർമ്മിച്ചിട്ടുണ്ട്. റീഡ് റിച്ചാർഡ്സ് പ്രതീക്ഷ പോലെ തന്നെ ഗോഡ്സില ബാക്സ്റ്റർ ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. റീഡ് റിച്ചാർഡ്സ് തന്റെ നെഗറ്റീവ് സോൺ ഗണ്ണൊക്കെ ചാർജ് ചെയ്ത് ഗോഡ്സിലെ ഷൂട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. എന്നാൽ റീഡ് റിച്ചാർഡ്സ് ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. ഗോഡ്സിലയുടെ ഒറ്റ പഞ്ചിൽ ബാക്സ്റ്റർ ബിൽഡിംഗിന്റെ മുകൾ ഭാഗം മൊത്തത്തിൽ തകരുകയും റീഡ് റിച്ചാർഡ്സിന്റെ നെഗറ്റീവ് സോൺ വെപ്പൺ റിവേഴ്സ് ആയിട്ട് ബ്ലാക്ക് പാന്തർ ഒഴികെ ബാക്സ്റ്റർ ബിൽഡിംഗിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും, അതായത് ക്യാപ്റ്റൻ അമേരിക്ക, റീഡ് റിച്ചാർഡ്സ്, സ്യൂസ്റ്റോം, ദ തിങ്, ഇവരെല്ലാവരും അപ്രത്യക്ഷരായി പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ ബാക്സ്റ്റർ ബിൽഡിംഗിന്റെ ഏറ്റവും മുകൾ ഭാഗം തന്നെ അപ്രത്യക്ഷമായി പോയി എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ അവർ അപ്രത്യക്ഷമായി പോയത് നെഗറ്റീവ് സോണിലായിരിക്കാം. ബാക്സ്റ്റർ ബിൽഡിംഗിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട ബ്ലാക്ക് പാന്തറിനെ ക്യാപ്റ്റൻ മാർവല് സുരക്ഷിതമായിട്ട് താഴേക്ക് കൊണ്ടുവന്നു. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് ഇപ്പോൾ ബ്ലാക്ക് പാന്തറിന്റെ കയ്യിലാണ്. റീഡ് റിച്ചാർഡ്സ് അപ്രത്യക്ഷനായിരിക്കുന്നു. വൈബ്രേനിയം സ്റ്റാഫിനെ പറ്റി വിശദമായിട്ട് പഠിക്കാൻ ഇനി വക്കാണ്ടക്കാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് പാന്തർ ആ വൈബ്രേനിയം സ്റ്റാഫും എടുത്തുകൊണ്ട് വാണ്ട മാക്സിമോഫിന്റെ സഹായത്തോടെ വക്കാണ്ടയിലേക്ക് പോകുന്നു. ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിൽ ഇനി അവശേഷിക്കുന്നത് ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ച് മാത്രമാണ്. തന്റെ ഫാമിലി തന്റെ കൺമുന്നിൽ വെച്ച് അപ്രത്യക്ഷരായി പോയത് കണ്ട ജോണി സ്റ്റോം ആകെ വിഷമത്തിലാണ്. ക്യാപ്റ്റൻ മാർവൽ ജോണി സ്റ്റോമിനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മാൻഹാട്ടനിലെ ഗോഡ്സിലയുടെ അഴിഞ്ഞാട്ടം അവസാനിച്ചിട്ടില്ല. തന്റെ കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഗോഡ്സില മുന്നോട്ട് സഞ്ചരിക്കുന്നു. നിലവിലുള്ള അവഞ്ചേഴ്സിനെ കൊണ്ട് ഗോഡ്സിലയോട് പോരാടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവഞ്ചേഴ്സ് ലോകത്തിലെ എല്ലാ സൂപ്പർ ഹീറോസിനെയും അവിടേക്ക് വരുത്തുന്നു. സ്പൈഡർമാൻ, മൈൽസ് മൊറാലസ്, സ്പൈഡർ ഗ്വെൻ, അയൺമാൻ, ലൂക്ക് കേജ്, ഡെയർ ഡെവിൾ, അയൺ ഫിസ്റ്റ്, ഡെഡ്പൂൾ എന്നിങ്ങനെ ഒട്ടനവധി സൂപ്പർ ഹീറോസ് ഗോഡ്സിലെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് മാൻഹാട്ടനിലേക്ക് എത്തുന്നതോടെ ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. വർഷം 2099. ലോകത്തെ നശിപ്പിച്ച കൈജുവിനെതിരെ ദ ഫാന്റാസ്റ്റിക് ഫോർ ഇപ്പോഴും പോരാടുകയാണ്. ഗോഡ്സിലെ ഇല്ലാതാക്കാൻ ദ ഫാന്റാസ്റ്റിക് ഫോർ അവസാനമായിട്ട് ഒരൊറ്റകൈ പ്രയോഗം നടത്താൻ പോകുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിലെ മെമ്പേഴ്സിനെ അല്ല ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. താടിയും മുടിയും ഒക്കെ നരച്ച് പ്രായമായ ജോണി സ്റ്റോമും മാർവലിന്റെ സൂപ്പർ ജീനിയസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മറ്റു 3 പേരുമാണ്. ഫോർജ്, റിറി വില്യംസ്, ടോണി സ്റ്റാർക്ക്, ഇവരൊക്കെയാണ് ഇപ്പോൾ ജോണി സ്റ്റോമിനോടൊപ്പം ഉള്ളത്. ലോകത്തെ പഴയ പടിയാക്കാനുള്ള ഒരു ബീക്കൺ നിർമ്മിച്ച് ആ ബീക്കൺ ലോഞ്ച് ചെയ്യാൻ തയ്യാറാവുകയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഗോഡ്സില അവരെ കണ്ടെത്തിയിരിക്കുന്നു. ദ ഫാന്റാസ്റ്റിക് ഫോറിന് ബീക്കൺ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരിത്തിരി സമയം കൂടെ അത്യാവശ്യമാണ്. ഗോഡ്സില ഇപ്പോൾ അവരെ ആക്രമിച്ചാൽ വർഷങ്ങൾ കൊണ്ടുള്ള അവരുടെ പദ്ധതിയും കഷ്ടപ്പാടുമെല്ലാം വെറുതെ ആയി പോകും. തന്റെ ടീം മെമ്പേഴ്സിന് ബീക്കൺ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സമയം ലഭിക്കാൻ വേണ്ടിയിട്ട് ജോണി സ്റ്റോം ഹ്യൂമൻ ടോർച്ച് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്നിട്ട് തന്റെ ഫാമിലിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഗോഡ്സിലയോട് പ്രതികാരം വീട്ടാൻ അത്യധികം ദേഷ്യത്തോടെ ഗോഡ്സിലയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. ജോണി സ്റ്റോം തന്റെ എല്ലാ ശക്തിയും എടുത്ത് ഗോഡ്സിലെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിക്കുന്നു. ഇതേ സമയത്ത് ദ ഫാന്റാസ്റ്റിക് ഫോർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ബീക്കൺ ലോഞ്ച് ചെയ്തെങ്കിലും ഗോഡ്സില തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിച്ച് ഹ്യൂമൻ ടോർച്ചിനെ വേപ്പറൈസ് ആക്കുന്നു. അതെ, ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഹ്യൂമൻ ടോർച്ച് എത്രമാത്രം ഹോട്ട് ആയിരിക്കും? അങ്ങനെയുള്ള ഹ്യൂമൻ ടോർച്ചിനെ പോലും വേപ്പറൈസ് ആക്കിയ ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രത്തിന്റെ ചൂട് എത്ര മടങ്ങ് ശക്തമായിരിക്കും? പ്രസന്റ് ഡേയിലെ ബ്ലാക്ക് പാന്തറിന്റെ ഹോമായ വക്കാണ്ടയിൽ ബ്ലാക്ക് പാന്തർ തന്റെ സഹോദരിയായ വളരെയധികം ജീനിയസ് ആയ ഷൂറിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് കൊടുക്കുന്നു. അതായത് മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫിനെ പറ്റി നന്നായിട്ട് പഠിച്ച് ആ വൈബ്രേനിയം സ്റ്റാഫിനെ സിന്തസൈസ് ചെയ്യണം. എന്തായാലും അതത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല. എന്നാലും ഷൂറിയെ പോലെ ഒരു ജീനിയസിന് ആ ടാസ്ക് നിസാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇതുകൊണ്ടൊന്നും ഗോഡ്സിലെ തടയാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാവരെയും നെഗറ്റീവ് സോണിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഷൂറി ഇവിടെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഗോഡ്സിലയോട് പോരാടിക്കൊണ്ടിരുന്ന സ്പൈഡർമാനും ഡെയർ ഡെവിളിനും ഒക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഗോഡ്സിലെ വെല്ലുവിളിച്ച സ്പൈഡർമാനെ ഒരൊറ്റയടിയിൽ ഗോഡ്സില ദൂരേക്ക് തെറിപ്പിച്ചു. ഓർക്കണം, സ്പൈഡർമാന്റെ സ്പൈഡർ സെൻസ് പ്രവർത്തിക്കുന്നതിന് മുന്നേ തന്നെ അതിവേഗത്തിലായിരുന്നു ഗോഡ്സില സ്പൈഡർമാനെ ആക്രമിച്ചത്. ഇതേ സമയത്ത് ആന്റ്മാനും വാസ്പും അവിടേക്ക് എത്തി. പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ ആന്റ്മാൻ തന്റെ പിം പാർട്ടിക്കിൾസ് ഗോഡ്സിലയുടെ ഇടത്തെ കണ്ണിന് നേരെ ഷൂട്ട്
ചെയ്യുന്നു. ആക്ച്വലി ഗോഡ്സിലെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ആന്റിമാൻ പിം പാർട്ടിക്കിൾസ് ഗോഡ്സിലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്തത്. ഗോഡ്സിലയോട് ആന്റിമാന്റെ കളി. ആന്റിമാന്റെ പിം പാർട്ടിക്കിൾസിന് ഗോഡ്സിലയുടെ ബോഡിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച ആന്റിമാനും വാസ്പും ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഗോഡ്സില വളരെ ദേഷ്യത്തോടെ ഒരു ബാർ ചവിട്ടി നശിപ്പിക്കുന്നു. ഗോഡ്സിലയുടെ ആക്രമണത്തിൽ നശിക്കപ്പെട്ട ബാറിൽ ഒരുപാട് സൂപ്പർ വില്ലന്മാർ ബോധരഹിതരായി കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്പൈഡർമാന്റെ വില്ലന്മാരായ വെനം, സ്പോട്ട്, ഇലക്ട്രോ, റൈനോ, ഷോക്കർ, ഡോക്ടർ ഒക്ടോബസ്, വൾച്ചർ, സാൻഡ്മാൻ എന്നിവരൊക്കെയാണ് അവിടെ ബോധരഹിതരായിട്ട് കിടക്കുന്നത്. ബാർ നശിപ്പിച്ച ഗോഡ്സിലയോട് പൊറുക്കാൻ റൈനോ തയ്യാറായില്ല. ഗോഡ്സിലെ കൊല്ലാൻ റൈനോ തയ്യാറാകുന്നു. ഗോഡ്സിലെ കൊല്ലാൻ ദൈവത്തിനോ സെലസ്റ്റിയലിനോ സാധിച്ചില്ല. പിന്നെയാണ് റൈനോ തന്റെ സ്റ്റൈലിൽ അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പൈഡർമാന്റെ വില്ലന്മാരോടൊപ്പം ഗോഡ്സിലെ ആക്രമിക്കുന്നു. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് വെനം എന്ന സിംബിയോട്ട് ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുന്നു. അതായത് എഡി ബ്രോക്ക് എന്ന തന്റെ ഹോസ്റ്റിനെ വിട്ടിട്ട് അതിശക്തനായ ഗോഡ്സിലെ ഹോസ്റ്റ് ആക്കാമെന്ന്. വെനം എഡിയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഗോഡ്സിലെ ഹോസ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ സ്പൈഡർമാൻ അവിടേക്ക് വന്നിട്ട് വെനത്തിന്റെ പദ്ധതിയെല്ലാം നശിപ്പിക്കുന്നു. സ്പൈഡർമാൻ എഡി ബ്രോക്കിനെയും വെനത്തിനെയും തന്റെ വെബുകൾ പ്രയോഗിച്ച് പിടികൂടിയിട്ട് ആ പ്രദേശത്ത് നിന്ന് തന്നെ മാറ്റുന്നു. ഇതേ സമയത്ത് സാങ്ക്ടം സാങ്ക്ടോറത്തിൽ വെച്ച് ഇന്റർ ഡയമെൻഷണൽ പാരസൈറ്റുകളെല്ലാം ആക്രമിച്ചില്ലാതാക്കിയ ഡോക്ടർ സ്ട്രേഞ്ച് ഗോഡ്സിലയുടെ പക്കൽ നിന്നും അവഞ്ചേഴ്സിനെ രക്ഷിക്കാനായിട്ട് മാൻഹാട്ടനിലേക്ക് പോകുന്നു. സൂപ്പർ ഹീറോസും വില്ലന്മാരുമെല്ലാം ഒരുമിച്ച് കിങ് ഓഫ് ദ മോൺസ്റ്റർ ആയ ഗോഡ്സിലെ തുടർച്ചയായിട്ട് ആക്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗോഡ്സില തന്റെ അറ്റോമിക് ബ്രത്ത് സൂപ്പർ ഹീറോസിന്റെയും വില്ലന്മാരുടെയും നേരെ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് അവിടേക്ക് വന്നിട്ട് ക്രിംസൺ ബാൻഡ്സ് ഓഫ് സിട്രാക്ക് ഉപയോഗിച്ച് ഗോഡ്സിലയുടെ വായ മൂടിക്കെട്ടുന്നു. രാക്ഷസന്മാരുടെ രാജാവായ ഗോഡ്സില, മനുഷ്യരുടെ ലോകം വിട്ട് നീ നിന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകൂ, അല്ലെങ്കിൽ നീ ഇന്നേ വരെ പോരാടിയിട്ടുള്ളവരിൽ ഏറ്റവും ശക്തനായവൻ സോർസറർ സുപ്രീമായ ഞാനാണെന്ന് നീ അറിയും എന്നൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് പറഞ്ഞു തീരേണ്ട താമസം ഗോഡ്സില ദ ക്രിംസൺ ബാൻഡ്സ് ഓഫ് സിട്രാക്ക് പൊട്ടിച്ചു കളയുന്നു. അത് കണ്ടിട്ട് സോർസറർ സുപ്രീമായ ഡോക്ടർ സ്ട്രേഞ്ച് വരെ അതിശയിച്ചു പോയി. ഗോഡ്സില മുൻപത്തേക്കാളേറെ ശക്തനായിരിക്കുന്നുവെന്ന് ഡോക്ടർ സ്ട്രേഞ്ചിന് മനസ്സിലായിരിക്കുന്നു. ഗോഡ്സിലയ്ക്ക് മുൻപിൽ ഡോക്ടർ സ്ട്രേഞ്ച് പോലും മുട്ടുമടക്കിയെന്നറിഞ്ഞ സൂപ്പർ വില്ലന്മാരെല്ലാം ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിം പാർട്ടിക്കിൾസോ സയൻസോ മാജിക്കോ ഒന്നും തന്നെ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സിലയെ ബാധിക്കുന്നില്ല. ബ്രൂസ് ബാനർ എവിടെയാണ്? ഹൾക്കിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. തോറിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആകാശത്ത് ഒരു ഉൽക്ക പോകുന്നത് പോലെ എന്തോ ഒന്ന് ഗോഡ്സിലയ്ക്ക് നേരെ പാഞ്ഞു പോകുന്നത് സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രേഞ്ചിനെ വിളിച്ച് കാണിക്കുന്നു. തോറിന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹം അവിടെ എത്തിയിരിക്കും. അതെ, ഈ പ്രാവശ്യം ഗോഡ് ഓഫ് തണ്ടറായ തോറ് ഒറ്റയ്ക്കല്ല വന്നത്. കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സിലയോട് പോരാടാൻ ഫിൻ ഫാൻ ഫൂം എന്ന ഡ്രാഗനോടൊപ്പമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. തോറ് തന്റെ മൈറ്റി മ്യോൾനിയർ വലിച്ചെറിഞ്ഞ് ഗോഡ്സിലെ പ്രഹരിക്കുന്ന സമയത്ത് ഫിൻ ഫാൻ ഫൂം അതിവേഗത്തിൽ പറന്നു വന്നിട്ട് ഗോഡ്സിലെ ഒരൊറ്റയടി. ഗോഡ്സില ഒട്ടും വിട്ടുകൊടുത്തില്ല. ഗോഡ്സില ഫിൻ ഫാൻ ഫൂമിന്റെ മുഖത്തേക്ക് ഒരൊറ്റ പഞ്ച് വെച്ചു കൊടുത്തു. ദേഷ്യം വന്ന ഫിൻ ഫാൻ ഫൂം ഗോഡ്സിലയുടെ ഫേസിലേക്ക് ആസിഡ് ബ്രത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിലും കട്ടക്കലിപ്പിൽ ഫിൻ ഫാൻ ഫൂമിനെ ഒരു നോട്ടം നോക്കിയ ഗോഡ്സില ഫിൻ ഫാൻ ഫൂമിനെ തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിച്ച് ആക്രമിക്കുന്നു. ഗോഡ്സില ഫിൻ ഫാൻ ഫൂമിനെ തറ പറ്റിച്ചു എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ സ്ട്രേഞ്ച് പെട്ടെന്ന് തന്നെ ആസ്ട്രൽ പ്ലെയിനിലേക്ക് ഗോഡ്സില അയക്കാൻ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുന്നു. സൂപ്പർ ഹീറോസും വില്ലന്മാരുമെല്ലാം ഒത്തൊരുമിച്ച് അവരുടെ ശക്തികളെല്ലാം പ്രയോഗിച്ച് ഒരു വിധത്തിൽ ഗോഡ്സിലെ അവർ ആസ്ട്രൽ പ്ലെയിനിലേക്ക് അയക്കുന്നു. ഗോഡ്സില ആസ്ട്രൽ പ്ലെയിന്റെ ഉള്ളിലേക്ക് എത്തിയതും ഡോക്ടർ സ്ട്രേഞ്ച് പെട്ടെന്ന് തന്നെ ആ പോർട്ടൽ അങ്ങ് ക്ലോസ് ആക്കുന്നു. പോർട്ടൽ ക്ലോസ് ആയിട്ട് പോലും ഗോഡ്സിലയുടെ ഗർജനം ഭൂമിയിൽ കേൾക്കാമായിരുന്നു. മാത്രമല്ല ഗോഡ്സിലയുടെ ചെറിയൊരു അനക്കം പോലും വലിയൊരു ഭൂമികുലുക്കം പോലെയാണ് ഭൂമിയിലുള്ളവർക്ക് അനുഭവപ്പെട്ടത്. പോരാട്ടം അവസാനിച്ചിട്ടില്ല. എപ്പോ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഗോഡ്സില ആസ്ട്രൽ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് വരാം. എത്രയും പെട്ടെന്ന് തന്നെ ഹൾക്കിനെയും മറ്റ് ശക്തരായ സൂപ്പർ ഹീറോസിനെയും കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാനോട് പറയുന്നു. ഇതേ സമയത്ത് നെഗറ്റീവ് സോണിലേക്ക് ഫ്യൂച്ചറിൽ നിന്ന് ഫാന്റാസ്റ്റിക് ഫോർ അയച്ച പേലോഡ് എത്തുകയും ആ പേലോഡിന്റെ കവറിംഗ് നശിക്കപ്പെട്ട് അതിൽ നിന്ന് ഒരു റോബോട്ട് പുറത്തേക്ക് വന്നു. അത് മറ്റാരുമല്ല, ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിലെ വിശ്വസ്തനായ ഹെർബി എന്ന റോബോട്ടായിരുന്നു.
ഹെർബി എന്ന റോബോട്ട് പ്രസന്റ് ടൈമിലെ ഫാന്റാസ്റ്റിക് ഫോറിനെ തേടി യാത്ര ആരംഭിച്ചു. എന്നാൽ ആക്ച്വലി പ്രസന്റ് ടൈമിൽ ജോണി സ്റ്റോം ഒഴികെയുള്ള മറ്റു ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സ് എല്ലാവരും നെഗറ്റീവ് സോണിൽ അകപ്പെട്ട് കിടക്കുകയാണല്ലോ. ഹെർബി ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റ് ടൈമിലേക്ക് യാത്ര ചെയ്യുന്നതോടെ ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. മാൻഹാട്ടനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗോഡ്സില്ലയെ ഡോക്ടർ സ്ട്രേഞ്ച് ആസ്ട്രൽ പ്ലെയിനിലേക്ക് അയക്കുന്നു. നൂറ്റാണ്ടുകളോളം ആസ്ട്രൽ പ്ലെയിനിൽ അലഞ്ഞു നടന്ന ഗോഡ്സില്ല തന്റെ മുന്നിൽപ്പെട്ട ഒട്ടുമിക്ക എല്ലാ ഡീമൺസിനെയും നശിപ്പിക്കുന്നു. ഗോഡ്സില്ലയുടെ പരാക്രമണം കണ്ടു നിൽക്കാൻ സാധിക്കാത്ത റൂളർ ഓഫ് ദി ഡാർക്ക് ഡയമെൻഷൻ എന്നറിയപ്പെടുന്ന ഡോർമാമു ഗോഡ്സില്ലയെ നേരിടാൻ അവിടേക്കെത്തി. തന്നെ ഇല്ലാതാക്കാനായിട്ടാണ് സോർസറർ സുപ്രീം എന്നറിയപ്പെടുന്ന ഡോക്ടർ സ്ട്രേഞ്ച് ആ ബീസ്റ്റിനെ ആസ്ട്രൽ പ്ലെയിനിലേക്ക് അയച്ചതെന്ന് വിശ്വസിച്ച ഡോർമാമുവിനെ ഗോഡ്സില്ല തന്റെ പക്കലേക്ക് അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിച്ച് ആക്രമിക്കുന്നു. ഗോഡ്സില്ലയുടെ ആക്രമണത്തെ സഹിക്കവയ്യാതെ ഡോർമാമു ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ട് ഗോഡ്സില്ലയെ തിരികെ എർത്തിലേക്ക് തന്നെ അയക്കുന്നു. ആസ്ട്രൽ പ്ലെയിനിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും എർത്തിൽ നിന്നും ഡോക്ടർ സ്ട്രേഞ്ച് ഏത് സമയത്താണോ ആസ്ട്രൽ പ്ലെയിനിലേക്ക് അയച്ചത്, ഏത് ദിവസമാണോ അയച്ചത്, അതേ ദിവസം അതേ സമയത്ത് തന്നെയാണ് ഡോർമാമു ഗോഡ്സില്ലയെ എർത്തിലേക്ക് അയക്കുന്നത്. എന്നാൽ ഗോഡ്സില്ല എത്തിയ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. മാൻഹാട്ടനിൽ നിന്ന് അപ്രത്യക്ഷനായി പോയ ഗോഡ്സില്ല അവസാനം പ്രത്യക്ഷനായത് മാഡ്രിപൂർ എന്ന ഐലൻഡിലാണ്. മാഡ്രിപൂറിനെ നശിപ്പിക്കാനായിട്ട് എത്തുന്ന ഗോഡ്സില്ലയുടെ വരവ് കണ്ട വോൾവറിൻ തന്റെ ടീമായ എക്സ്മെനെ കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. തന്റെ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് ഗോഡ്സില്ല മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. 6 മിനിറ്റുകൾക്ക് ശേഷം ബ്ലാക്ക് ബാഡ് എന്ന ജെറ്റിൽ എക്സ്മെൻ ഗോഡ്സില്ലയെ നേരിടാനായിട്ട് മാഡ്രിപൂറിലേക്ക് എത്തി. നൈറ്റ് ക്രോളർ, ജീൻ ഗ്രേ, റോഗ്, കൊളോസസ്, ഗാംബിറ്റ് ഇവരെല്ലാവരും ഗോഡ്സില്ലയെ ആക്രമിക്കാനായിട്ട് ബ്ലാക്ക് ബാഡ് എന്ന എക്സ്മെന്റെ ജെറ്റിൽ നിന്ന് ചാടിയിറങ്ങി. സൈക്ലോപ്സ് ബ്ലാക്ക് ബാഡിന്റെ സഹായത്തോടെ ഗോഡ്സില്ലയെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ചാൾസ് എക്സേവിയർ അഥവാ പ്രൊഫസർ എക്സ് തന്റെ പവേഴ്സ് ഉപയോഗിച്ച് ഗോഡ്സില്ലയെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. ചാൾസ് എക്സേവിയറിനും ഗോഡ്സില്ലയെ നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയതും എക്സ്മെൻ ഗോഡ്സില്ലയെ ആക്രമിക്കാൻ തയ്യാറായി. വോൾവറിന്റെ നിർദ്ദേശപ്രകാരം പീറ്റർ റാസ്പുട്ടിൻ അഥവാ കൊളോസസ് വോൾവറിനെ ഗോഡ്സില്ലയ്ക്ക് നേരെ വലിച്ചൊറ്റയേറ്. ഗോഡ്സില്ലയ്ക്ക് നേരെ പാഞ്ഞെത്തിയ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസിന്റെ സഹായത്തോടെ ഗോഡ്സില്ലയുടെ നെഞ്ചത്ത് കുത്തി തുടർച്ചയായിട്ട് മുറിവേൽപ്പിക്കാൻ തുടങ്ങി. വോൾവറിൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മനസ്സിലാക്കുകയാണ്. അതായത് തന്റെ ഹീലിംഗ് ഫാക്ടറിനേക്കാൾ അതിവേഗത്തിലാണ് ഗോഡ്സില്ലയുടെ റീജനറേഷൻ സംഭവിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ എക്സ്മെനെ സഹായിക്കാനായിട്ട് ഒരാൾ അവിടേക്ക് എത്തി. അയാൾ മറ്റാരുമല്ല, മാസ്റ്റർ ഓഫ് മാഗ്നറ്റിസം എന്ന് വിളിക്കപ്പെടുന്ന എറിക് ലെൻഷർ അഥവാ മാഗ്നീറ്റോ ആണ്. വോൾവറിന്റെ അഡമാന്റിയ ക്ലോസിനെ കൺട്രോൾ ചെയ്ത മാഗ്നീറ്റോ വോൾവറിനെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ പോലെ കറക്കി ഗോഡ്സില്ലയുടെ നെഞ്ച് തുളച്ച് ഗോഡ്സില്ലയെ വല്ലാണ്ടങ്ങ് വേദനിപ്പിച്ചതും അതിന്റെ ആഘാതത്തിൽ ഗോഡ്സില്ല നിലത്തേക്ക് പതിക്കുന്നു. ഗോഡ്സില്ല മരണപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഗോഡ്സില്ല മരണപ്പെട്ടിട്ടില്ല. ഗോഡ്സില്ല തന്റെ അറ്റോമിക് ബ്രത്ത് മാഗ്നീറ്റോയ്ക്ക് നേരെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും മാഗ്നീറ്റോ തന്റെ ഫോഴ്സ് ഫീൽഡുകൾ ഉപയോഗിച്ച് അതിനെ തടയുന്നു. എന്നാലും ആ ഫോഴ്സ് ഫീൽഡുകളുടെ ഉള്ളിലൂടെ മാഗ്നീറ്റോയ്ക്ക് ഗോഡ്സില്ലയുടെ അറ്റോമിക് ബ്രത്തിന്റെ ചൂട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഗോഡ്സില്ല അറ്റോമിക് ബ്രത്ത് പ്രയോഗിച്ചപ്പോൾ ഗോഡ്സില്ലയുടെ വായിൽ നിന്ന് വോൾവറിൻ തെറിച്ചു പോയിട്ട് മാഗ്നീറ്റോയെ വന്നിടിച്ച് അവർ രണ്ടുപേരും നിലത്തേക്ക് വന്ന് പതിക്കുന്നു. ഇതേ സമയത്ത് വക്കാണ്ടയിൽ ടീച്ചല്ല അഥവാ ബ്ലാക്ക് പാന്തർ ഷൂറിയോടൊപ്പം ഒരു വലിയ ഫൈറ്റിംഗ് മെഷീനായ റോബോട്ടിനെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എന്തായാലും അവസാനം ബ്രൂസ് ബാനറിനെ ഡോറ മിലാജെ കണ്ടെത്തിയിരിക്കുന്നു. ടീച്ചലയുടെ നിർദ്ദേശപ്രകാരം ബ്രൂസ് ബാനറിനെ വക്കാണ്ടയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ബ്രൂസ് ബാനറിനെ മാത്രമല്ല ഗോഡ്സില്ലയും വക്കാണ്ടയിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ടീച്ചല്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വേൾഡിനെ സേവ് ചെയ്യാൻ പോവുകയാണോ അതോ നശിപ്പിക്കാൻ പോവുകയാണോ എന്ന കൺഫ്യൂഷനിലാണ് ഷൂറി. ഇതേ സമയത്ത് മാഡ്രിപൂറിൽ ഗോഡ്സില്ല പോകുന്ന പാതയിലെ വലിയ ബിൽഡിങ്ങുകളിൽ നിന്ന് വളരെ വേഗത്തിൽ ടെലിപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും രക്ഷപ്പെടുത്തുകയാണ് നൈറ്റ് ക്രോളർ. എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന കൂട്ടത്തില് ഒരു ഹോട്ട് സോസിന്റെ ബാരല് നൈറ്റ് ക്രോളറിന്റെ ശ്രദ്ധയിൽ പെടുന്നു. നൈറ്റ് ക്രോളർ ആ ഹോട്ട് സോസിന്റെ ബാരല് ഗോഡ്സില്ലയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞതും അതേ സമയത്ത് തന്നെ സൈക്ലോപ്സ് തന്റെ ഐബീം പ്രയോഗിച്ച് ആ ഹോട്ട് സോസിന്റെ ബാരലിൽ ഷൂട്ട് ചെയ്തതും ആ ബാരല് പൊട്ടിത്തെറിച്ച് ഗോഡ്സില്ലയുടെ മൂക്കിൽ മൊത്തം ഹോട്ട് സോസ് വീണിട്ട് ഗോഡ്സില്ല ആദ്യമായിട്ട് തുമ്മുന്നത് നമ്മൾ ഈ കോമിക്കിലൂടെ കാണുകയാണ്. ഈ സമയത്തും ചാൾസ് എക്സേവിയർ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് ഗോഡ്സില്ലയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മനുഷ്യരും ഗോഡ്സില്ലയും എല്ലാവരും സമാധാനപരമായിട്ട് ജീവിക്കണമെന്നാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ചാൾസ് എക്സേവിയർ ഗോഡ്സില്ലയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോഡ്സില്ലയ്ക്ക് ഒരു കുലുക്കവുമില്ല. എല്ലാറ്റിനെയും നശിപ്പിച്ച് കൊല വിളിക്കുക എന്നത് മാത്രമാണ് ഗോഡ്സില്ലയുടെ ലക്ഷ്യമെന്ന് ചാൾസ് എക്സേവിയർ മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് പാന്തർ എക്സ്മെനെ കോണ്ടാക്ട്
ചെയ്തിട്ട് പറയുവാണ്, എത്രയും പെട്ടെന്ന് ഗോഡ്സിലെ എങ്ങനെയെങ്കിലും നിങ്ങൾ വക്കാണ്ടയിലേക്ക് എത്തിക്കണം. അവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് ഗോഡ്സിലയെ നേരിടാം. ഗോഡ്സിലയ്ക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസുകൾ ഞാൻ വക്കാണ്ടയിൽ കരുതി വെച്ചിട്ടുണ്ട്. ഗോഡ്സില ഉറപ്പായിട്ടും വീണിരിക്കും എന്നൊക്കെ. ലേഡിയിലെ കസിനോയുടെ മുകളിൽ നിന്നുകൊണ്ട് ഗാംബിറ്റും റോഗും അവരുടെ പവേഴ്സ് ഉപയോഗിച്ച് വളരെ ഭീമാകാരമായ കാർഡുകളെ ചാർജ് ചെയ്ത് ഗോഡ്സിലയ്ക്ക് നേരെ അയക്കാൻ തയ്യാറാകുന്നു. ഗാംബിറ്റും റോഗും മാത്രമല്ല, കൊളോസസും മാഗ്നീറ്റോയും നൈറ്റ് ക്രോളറും ആ ഭീമാകാരമായ കാർഡുകളെ ഗോഡ്സിലയ്ക്ക് നേരെ അയക്കാൻ തയ്യാറായിട്ടുണ്ട്. ഒരേ സമയത്ത് അവരെല്ലാവരും ആ കാർഡ്സ് ഗോഡ്സിലയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞ് ഗോഡ്സിലെ നന്നായിട്ട് തന്നെ ആക്രമിക്കുന്നു. ഗോഡ്സിലയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ് വോൾവറിൻ സ്ഥിരം പൊക്കോണ്ടിരുന്ന ഒരു ബാർ നശിക്കപ്പെട്ടത് കണ്ട വോൾവറിൻ വളരെയധികം ദേഷ്യത്തോടെ ഗോഡ്സിലെ തെറി വിളിക്കുന്നു. ചാൾസ് സേവിയർ തന്റെ ടെലിപാത്തിക് പവേഴ്സ് ഉപയോഗിച്ച് ഗോഡ്സിലേക്ക് ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് പാന്തറിന്റെ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ട് ഗോഡ്സിലയുടെ ചെവിക്കല്ല് നോക്കി ഒരടി കൊടുത്തിട്ട് ഒരു മാസ് ഡയലോഗ് അങ്ങോട്ട് അടിച്ചുവിട്ടു. വക്കാണ്ട നിന്നെ വെല്ലുവിളിക്കുന്നു. യഥാർത്ഥ രാജാവായ ബ്ലാക്ക് പാന്തറിനെ നേരിടാൻ നീ വരൂ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രം എന്നൊക്കെ. ഗോഡ്സിലയുടെ ധൈര്യത്തെ ചോദ്യം ചെയ്താൽ ഗോഡ്സില വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, ഒട്ടും സമയം കളയാതെ ഗോഡ്സില മാഡ്രിപ്പോറിൽ നിന്ന് വക്കാണ്ടയെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുന്നു. ഗോഡ്സില വക്കാണ്ടയിലേക്ക് യാത്രയാകുമ്പോൾ ഗോഡ്സിലയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടി അവശനായി കിടക്കുന്ന റൂളർ ഓഫ് ദി ഡാർക്ക് ഡയമെൻഷൻ എന്നറിയപ്പെടുന്ന ഡോർമാമൂനെ നമുക്ക് കാണുവാൻ സാധിക്കും. എക്സ്മെൻ അവരുടെ പോരാട്ടമൊക്കെ മതിയാക്കി അവരുടെ ബ്ലാക്ക് ബാഡ് എന്ന ജെറ്റിൽ ഗോഡ്സിലെ പിന്തുടർന്ന് പോകുന്നു. ഗോഡ്സിലയുടെ അക്രമാസക്തമായ ചിന്തകൾ കണക്കിലെടുക്കുമ്പോൾ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ടീച്ചല്ല, ആ ബീസ്റ്റിനെ കൊല്ലാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാകൂ എന്ന് ചാൾസ് സേവിയർ ബ്ലാക്ക് പാന്തറിനോട് പറയുന്നു. ഇതേ സമയത്ത് വക്കാണ്ടയിലേക്ക് ഡോറാമിലാജയുടെ അകമ്പടിയോടെ ബ്രൂസ് ബാനർ എത്തപ്പെട്ടു. ബ്രൂസ് ബാനറിനെ സ്വീകരിക്കാനായിട്ട് ഷൂറി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടീച്ചല്ല ഷൂറിയെ ഏൽപ്പിച്ച പിൻ പാർട്ടിക്കിൾസ് അടങ്ങിയ ബോക്സ് ഷൂറി ബ്രൂസ് ബാനറിന് കൊടുക്കുന്നു. അപ്പോഴാണ് ബ്രൂസ് ബാനർ തന്റെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു കാര്യം കണ്ടത്. ഒരു കൈജുവിന്റെ അത്ര വലിപ്പമുള്ള ഒരു ആക്സും ഒരു ഹാമറും ബ്രൂസ് ബാനറുടെയും ഷൂറിയുടെയും തലയ്ക്ക് മുകളിലൂടെ ഒഴുകി നടക്കുന്നു. എന്തായാലും അവൻ നിർമ്മിച്ചത് വൈബ്രേനിയം എന്ന ശക്തമായ മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്. ബ്രൂസ് ബാനർ ഹൾക്കിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഗോഡ്സിലയോട് പോരാടാൻ തയ്യാറാകുന്നതോടെ ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ 3ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഗോഡ്സിലയെ നെഗറ്റീവ് സോണിലേക്ക് അയക്കാൻ ശ്രമിച്ച ദ ഫാന്റാസ്റ്റിക് ഫോറും ക്യാപ്റ്റൻ അമേരിക്കയും ഗോഡ്സിലയുടെ അപ്രതീക്ഷിതമായ ആക്രമണം കാരണം ഇപ്പോൾ അതേ നെഗറ്റീവ് സോണിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അവര് മാത്രമല്ല, അവരോടൊപ്പം മോൾമാനും അവിടെയുണ്ട്. നെഗറ്റീവ് സോണിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്ന ചിന്തയിലാണ് റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക്. അപ്പോഴാണ് ഫ്യൂച്ചറിൽ നിന്ന് ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ച് അയച്ച ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ കമ്പാനിയനായ ഹെർബി അവരുടെ പക്കലേക്ക് എത്തുന്നത്. ഹെർബി വന്നത് ഹ്യൂമൻ ടോർച്ചിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മെസ്സേജുമായിട്ടാണ്. ആ മെസ്സേജ് മറ്റാരെയും പറ്റിയല്ല, അത് സാക്ഷാൽ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഗോഡ്സിലയെ പറ്റിയാണ്. പ്രസന്റ് ഡേയിലെ വക്കാണ്ടയിൽ എർത്തിലെ മൈറ്റിയസ്റ്റ് ഹീറോസ് ആയ അവഞ്ചേഴ്സും എക്സ്മെനും ബ്ലാക്ക് പാന്തറിനോടൊപ്പം വക്കാണ്ടയിൽ ഒത്തുകൂടി. ബ്ലാക്ക് പാന്തറിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗോഡ്സില വക്കാണ്ടയെ ലക്ഷ്യമാക്കി വന്നോണ്ടിരിക്കുകയാണ്. ഗോഡ്സില ഏത് നിമിഷവും വക്കാണ്ടയിലേക്ക് എത്തിയേക്കാം. കടലിലൂടെ സഞ്ചരിക്കുന്ന ഗോഡ്സിലയും നെമോറിന്റെ അറ്റ്ലാന്റിസ് ആർമിയും തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെ നടന്നിട്ടുണ്ടാകാം. കാരണം കടലിനടിയിൽ ഒരുപാട് വട്ടം ഭൂകമ്പം ഉണ്ടായതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നൊക്കെ ബ്ലാക്ക് പാന്തർ മറ്റ് സൂപ്പർ ഹീറോസിനോട് പറയുന്നു. അവഞ്ചേഴ്സും എക്സ്മെനും പരസ്പരം കൈകൊടുത്ത് പരിചയപ്പെടാൻ തുടങ്ങി. എക്സ്മെൻ എന്ന ടീമിലെ മെമ്പറായ മാജിക് തന്റെ സ്റ്റെപ്പിംഗ് ഡിസ്ക് ഉപയോഗിച്ച് ഗോഡ്സിലയെ അപ്രത്യക്ഷനാക്കാൻ ശ്രമിച്ചെങ്കിലും ഗോഡ്സില കടലിലേക്ക് പോയതോടെ തന്റെ ശ്രമം പരാജയപ്പെട്ടെന്ന് അവൾ പറയുന്നു. മാജിക്കിന്റെ മാത്രമല്ല, അവഞ്ചേഴ്സും എക്സ്മെനും എല്ലാവരും ഗോഡ്സിലയോട് പോരാടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പരാജയം മാത്രമായിരുന്നു ഫലം. എന്തായാലും ആ പോരാട്ടങ്ങളിൽ നിന്നെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അതെ, ഗോഡ്സില എന്ന ബീസ്റ്റിന്റെ വീക്ക്നെസ് എന്താണെന്ന്. ഗോഡ്സിലയുടെ വീക്ക്നെസ് മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് ആണ്. സോ ആ ഒരു നോളജ് വെച്ച് വൈബ്രേനിയം അലോയ്സ് കൊണ്ട് ബ്ലാക്ക് പാന്തർ ഗോഡ്സിലയോട് പോരാടാൻ ഒരു പടുകൂറ്റൻ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നു. മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ എന്നാണ് ആ റോബോട്ടിന് ഇട്ടേക്കുന്ന പേര്. ആ റോബോട്ടിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒരൊറ്റയാള് മാത്രമല്ല ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ അവഞ്ചേഴ്സും എക്സ്മെനും ഒരുമിച്ചാകും മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ എന്ന റോബോട്ട്
റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇനിയാണ് നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച പോരാട്ടം നടക്കാൻ പോകുന്നത്. അതെ, ഗോഡ്സിലയും ഹൾക്കും തമ്മിലുള്ള പോരാട്ടം. വക്കാണ്ടയിലേക്കുള്ള ഗോഡ്സിലയുടെ വരവ് കണ്ടതും ജയന്റ് മാന്റെ ടെക്നോളജി ആയ പിം പാർട്ടിക്കിൾസ് തന്റെ ദേഹത്തേക്ക് കുത്തിവെച്ചതും ബ്രൂസ് ബാനർ പെട്ടെന്ന് തന്നെ ഹൾക്കായിട്ട് മാറി. അതും നമ്മൾ സാധാരണ കാണുന്ന ഹൾക്കല്ല, ഒരു ടൈറ്റന്റെ അത്ര വലിപ്പമുള്ള ഹൾക്കിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒട്ടും താമസിയാതെ ഹൾക്കും ഗോഡ്സിലയും തമ്മിൽ പോരാടാൻ തയ്യാറായി. ഹൾക്കിന്റെ ഒരൊറ്റ പഞ്ചിൽ ഗോഡ്സില പുറകോട്ടൊന്നാഞ്ഞെങ്കിലും ഗോഡ്സിലയുടെ അപ്രതീക്ഷിതമായ വാല് കൊണ്ടുള്ള അടിയേറ്റ ഹൾക്ക് നിലത്തേക്ക് വീണു. ഹൾക്കിന് നല്ല പരിക്ക് പറ്റിയെങ്കിലും ആ ഗാമ ബ്ലഡ് ഒക്കെ തുടച്ചിട്ട് വൈബ്രേനിയത്താൽ നിർമ്മിതമായ ഭീമാകാരമായ ചുറ്റിക എടുത്ത് ഗോഡ്സിലയുടെ ഫേസിലേക്ക് ഒരൊറ്റയടി. ഹൾക്കിന്റെ ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ ഗോഡ്സിലയുടെ ഫേസിൽ നിന്ന് ചോര പോവുകയും ഗോഡ്സില മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ചു വീഴുകയുമാണ്. ആ സമയത്തും ഹൾക്ക് സാക്ഷാൽ ഗോഡ് ഓഫ് തണ്ടറായ തോറിനെ കളിയാക്കുന്നുണ്ട്. അതായത് ആ പ്യൂണി സ്റ്റുപ്പിഡ് തോറിന്റെ ഹാമർ പോലെ ഇപ്പോ എനിക്കും ഒരു ഹാമർ ഉണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ഹൾക്ക് തന്റെ ഹാമർ മാറ്റിയിട്ട് ഭീമാകാരമായ തന്റെ ആക്സ് എടുത്ത് ഗോഡ്സിലയുടെ വാല് മുറിച്ചു കളയാൻ തയ്യാറായതും അതേ വാൽ ഉപയോഗിച്ച് തന്നെ ഗോഡ്സില ഹൾക്കിനെ അടിച്ച് നിലത്തേക്ക് വീഴ്ത്തുന്നു. ഗോഡ്സിലയും ഹൾക്കും തമ്മിലുള്ള പോരാട്ടം മുറുകുമ്പോൾ ബ്ലാക്ക് പാന്തർ സൈക്ലോപ്സിനെയും കൂട്ടിക്കൊണ്ട് കണ്ടാൽ സെല്ല് പോലെ തോന്നിപ്പിക്കുന്ന ഒരു റൂമിലേക്ക് പോകുന്നു. സൈക്ലോപ്സിന്റെ വൈസർ നിർമ്മിച്ച റൂബി കോഡ്സ് എന്ന ക്രിസ്റ്റൽ ഉപയോഗിച്ചാണ് ആ റൂം മൊത്തത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. ആ കാരണം കൊണ്ട് തന്നെ തന്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഒപ്റ്റിക് ബ്ലാസ്റ്റ് ചുറ്റുമുള്ളതിനെ ഒന്നും നശിപ്പിക്കുമെന്ന് പേടിക്കാതെ സൈക്ലോപ്സ് തന്റെ വൈസർ ഊരി മാറ്റുന്നു. ഗോഡ്സിലയുടെ ഗർജനം ഒരു ഇടിമുഴക്കം പോലെ ഹൾക്കിന്റെ ചെവിയിലേക്ക് തുളച്ചു കയറിയെങ്കിലും അതൊന്നും വകവെക്കാതെ ഗോഡ്സിലെ പൊക്കിയെടുത്ത ഹൾക്ക് തന്റെ ആക്സിന്റെ മുകളിലേക്ക് വലിച്ചൊറ്റയാടി. ഗോഡ്സിലയുടെ ദേഹത്ത് ഹൾക്കിന്റെ ആക്സ് തറച്ചിരിക്കുകയാണ്. മാത്രമല്ല ഗോഡ്സിലയുടെ ദേഹത്ത് നിന്ന് നല്ല ചോരയും വന്നിട്ടുണ്ട്. എന്നിട്ടും ഹൾക്ക് വെറുതെ വിട്ടില്ല. ഗോഡ്സിലയുടെ നെഞ്ചത്തേക്ക് ഹൾക്ക് എടുത്തൊരൊറ്റ ചാട്ടം. അതോടെ ഗോഡ്സിലയുടെ ദേഹത്ത് കൊണ്ടുകയറിയ ആക്സ് വീണ്ടും ആഴ്ന്നിറങ്ങി ഗോഡ്സിലയ്ക്ക് നല്ല പോലെ വേദനിച്ചു. അത്തരം ഒരു ആക്രമണം ഒരുപക്ഷെ സാധാരണ ഒരു കൈജുവിനെ ഇല്ലാതാക്കിയേനെ. എന്നാൽ ഗോഡ്സില ഒരു സാധാരണ കൈജു അല്ലല്ലോ. ഗോഡ്സില എന്ന കൈജു കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആണ്. ഗോഡ്സില ഹൾക്കിന്റെ ഇടത്തെ കാല് തോർത്ത് പിടിയുന്നത് പോലെ പിടിഞ്ഞിട്ട് ഹൾക്കിനെ മലർത്തി അടിക്കുന്നു. ഗോഡ്സിലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹൾക്ക് ഗോഡ്സിലയുടെ കയ്യില് ഒരൊറ്റ കടി കൊണ്ട ഗോഡ്സില വെറുതെ ഇരിക്കുമോ? കൊടുത്തു ഹൾക്കിന്റെ വയറ്റിൽ ഒരു കടി. പെട്ടെന്നാണ് ഹൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പേടി എന്നൊരു കാര്യം പുറത്തു കാണിക്കാത്ത ഹൾക്ക് ഈ പ്രാവശ്യം നന്നായിട്ടൊന്ന് പേടിച്ചു. കാരണം ഗോഡ്സില തന്റെ ശക്തമായ അറ്റോമിക് ബ്രത്ത് പ്രയോഗിക്കാൻ പോവുകയാണ്. ഹൾക്കിന്റെ വയറ്റിൽ എവിടെയാണോ ഗോഡ്സില കടിച്ചത് അതേ ഭാഗത്ത് തന്നെ ഗോഡ്സില തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിക്കുന്നു. ഇവിടെ ഹൾക്കിനെ ശ്രദ്ധിച്ചു നോക്കിയാല് ഹൾക്കിന്റെ അസ്ഥികൂടം വരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ഗോഡ്സില ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. ഹൾക്ക് ബോധരഹിതനായി നിലത്തേക്ക് വീഴാൻ പോകുമ്പോൾ ഗോഡ്സില തന്റെ വാൽ ഉപയോഗിച്ച് തന്റെ പുറത്ത് തറച്ചിരിക്കുന്ന ഹൾക്കിന്റെ ആക്സ് തട്ടിത്തെറിപ്പിക്കുന്നു. അതെ, ഹൾക്കിനെ പരാജയപ്പെടുത്തി ഗോഡ്സില വിജയിച്ചിരിക്കുന്നു. വിജയിച്ചു നിൽക്കുന്ന ഗോഡ്സിലെ മറ്റൊരാൾ വെല്ലുവിളിക്കുന്നു. ചത്തു പൊങ്ങിക്കിടക്കുന്ന അറ്റ്ലാന്റിയൻസിന്റെ ഇടയിൽ നിന്ന് നെമോർ ദ സബ്മറൈനർ ഹൊറർ ഓഫ് ദ ഡീപ്പ് എന്നറിയപ്പെടുന്ന എബീറയോടൊപ്പം ഉയർന്നു വന്നു. അറ്റ്ലാന്റിസിനെ മുച്ചൂട് മുടിച്ച ഗോഡ്സിലയോട് പ്രതികാരം ചെയ്യാനാണ് അറ്റ്ലാന്റിസിന്റെ രാജാവായ നെമോർ എത്തിയിരിക്കുന്നത്. എബീറയും നെമോറും ഒരുമിച്ച് ഒരേ സമയത്ത് ഗോഡ്സിലെ ആക്രമിക്കുന്നു. ഗോഡ്സിലയും എബീറയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് നെമോർ ഹൾക്കിനെയും എടുത്തുകൊണ്ട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകുന്നു. നെമോർ ഹൾക്കിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഹൾക്ക് ട്രാൻസ്ഫോം ചെയ്ത് ബ്രൂസ് ബാനർ ആയിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഗോഡ്സിലയും എബീറയും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. എബീറ ഗോഡ്സിലെ മലർത്തി അടിച്ചെങ്കിലും ഗോഡ്സില എബീറയുടെ ഷാർപ്പായിട്ടുള്ള ക്ലോസിൽ ഒരെണ്ണം കടിച്ചോടിക്കുന്നു. ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രത്തിൽ നിന്ന് ഒരുവിധം എബീറ ഒഴിഞ്ഞു മാറിയെങ്കിലും ഗോഡ്സിലയുടെ അപ്രതീക്ഷിതമായ വാല് കൊണ്ടുള്ള അടിയേറ്റ എബീറ ഉൾക്കടലിലേക്ക് തെറിച്ചു പോകുന്നു. അതെ, തന്റെ എതിരാളികളെ എല്ലാം തറ പറ്റിച്ചുകൊണ്ട് ഗോഡ്സില വക്കാണ്ടയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. ഇതേ സമയത്ത് റൂബി കോഡ്സ് എന്ന ക്രിസ്റ്റൽസ് കൊണ്ടുണ്ടാക്കിയ റൂമിൽ ഗോഡ്സിലെ ആക്രമിക്കാൻ തന്റെ ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെടുവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് സൈക്ലോപ്സ്. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് പാന്തർ ഗോഡ്സിലെ ആക്രമിക്കാൻ
ഉത്തരവിട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് ബ്ലാക്ക് പാന്തർ നിർമ്മിച്ച മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ എന്ന റോബോട്ട് സൈക്ലോപ്സിനെ പോലെ ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെടുവിച്ചും അതേ സമയത്ത് തന്നെ ഗോഡ്സിലയുടെ മുഖത്തിട്ട് ആഞ്ഞു ചവിട്ടിയും ആക്രമിക്കുന്നതാണ്. മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ വെറുതെ അങ്ങ് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. എർത്തിലെ മൈറ്റിയസ്റ്റ് ഹീറോസ് എല്ലാവരും ഒത്തുചേർന്നാണ് മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എയെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് ന്യൂയോർക്കിലെ ബാക്സ്റ്റർ ബിൽഡിംഗ് ഗോഡ്സിലയുടെ ആക്രമണത്തിൽ തകർന്നു പോയിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിവിലിയൻസിനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അയൺമാനെ ടീച്ചല്ല അഥവാ ബ്ലാക്ക് പാന്തർ കോണ്ടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വക്കാണ്ടയിലേക്ക് എത്താൻ ആവശ്യപ്പെടുന്നു. കാരണം ഗോഡ്സിലെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഭീമാകാരമായ ആർമർ ടീച്ചല്ലയ്ക്ക് നിർമ്മിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ടീച്ചല്ല അയൺമാനോട് വക്കാണ്ടയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടത്. ന്യൂയോർക്കിലേക്ക് ഡോക്ടർ സ്ട്രേഞ്ച് വന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് അയൺമാൻ വക്കാണ്ടയിലേക്ക് പോകുന്നു. പ്രസന്റ് ടൈമിലെ വക്കാണ്ടയിൽ ഗോഡ്സിലെയും മാർവൽ യൂണിവേഴ്സിലെ ഹീറോസ് കൺട്രോൾ ചെയ്യുന്ന മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതേ സമയത്ത് അയൺമാനും വാർ മെഷീനും മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയന്റെ തോളിന്റെ രണ്ടറ്റത്തിരുന്നുകൊണ്ട് ഗോഡ്സിലയുടെ കണ്ണുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നു. അയൺമാനും വാർ മെഷീനും ഗോഡ്സിലെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് പാന്തറിന്റെ നിർദ്ദേശപ്രകാരം മൈൽസ് മൊറാലസും സ്പൈഡർമാനും മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയന്റെ കൈകളിലൂടെ വൈബ്രേനിയം ഗ്രാപ്പിൾസ് ഗോഡ്സിലയ്ക്ക് നേരെ അയച്ച് ഗോഡ്സിലെ ഒന്നനങ്ങാൻ സാധിക്കാത്ത വിധം പിടികൂടുന്നു. സ്പൈഡർമാനും മൈൽസ് മൊറാലസും അവരുടെ എല്ലാ ശക്തിയും എടുത്താണ് വൈബ്രേനിയം ഗ്രാപ്പിൾസിന്റെ സഹായത്തോടെ ഗോഡ്സിലെ ഒരുവിധം പിടികൂടിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഡോക്ടർ സ്ട്രേഞ്ചും സൈക്ലോപ്സും തോറും ഹ്യൂമൻ ടോർച്ചും ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് ഗോഡ്സിലെ അവരുടെ സൂപ്പർ പവേഴ്സ് പ്രയോഗിച്ച് ആക്രമിക്കുന്നു. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് പുറപ്പെടുവിക്കുന്ന എനർജി സിഗ്നേച്ചർ ചാർജ് ചെയ്യാൻ ബ്ലാക്ക് പാന്തർ ഷൂറിയോട് പറയുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് മാർവൽ യൂണിവേഴ്സിൽ ഗോഡ്സിലെ വേദനിപ്പിക്കാൻ ഒരൊറ്റ കാര്യത്തിനെ സാധിക്കുമെന്ന്. അതാണ് മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ്. പെട്ടെന്ന് തന്നെ ആന്റ്മാൻ തന്റെ പിം പാർട്ടിക്കിൾസിന്റെ സഹായത്തോടെ മാജിക്കിന്റെ സോൾ സോഡിനെ വലുതാക്കുന്നു. ഗോഡ്സില തന്റെ വളരെ പവർഫുൾ ആയ അറ്റോമിക് ബ്രത്ത് മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയന്റെ നേരെ അയക്കുന്നുണ്ടെങ്കിലും മാജിക്കിന്റെ സോൾ സോഡിന്റെ സഹായത്തോടെ അറ്റോമിക് ബ്രത്തിനെ തടയുന്ന മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ ഗോഡ്സിലയുടെ നെഞ്ചിലൂടെ മാജിക്കിന്റെ സോൾ സോഡ് കുത്തിയിറക്കുന്നു. ആ കാഴ്ച കണ്ടിട്ട് ഹ്യൂമൻ ടോർച്ച് ആദ്യമായിട്ട് സന്തോഷിച്ചു. കാരണം തന്റെ ഫാമിലിയെയും നിരപരാധികളായ ഒരുപാട് ജനങ്ങളെയും കൊന്ന ഗോഡ്സിലെ മറ്റ് സൂപ്പർ ഹീറോസിനോടൊപ്പം കൊല്ലാൻ തനിക്കും സാധിച്ചല്ലോ എന്ന ഒരു സന്തോഷം. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നെഗറ്റീവ് സോണിൽ നിന്ന് ദ ഫാന്റാസ്റ്റിക് ഫോറും ക്യാപ്റ്റൻ അമേരിക്കയും ഹെർബിയും മോൾമാനും വക്കാണ്ടയിലേക്ക് എത്തുകയാണ്. തന്റെ ഫാമിലി ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഹ്യൂമൻ ടോർച്ച് മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയനെ ഉപേക്ഷിച്ച് വളരെ സന്തോഷത്തോടെ അവരുടെ പക്കലേക്ക് പോകുന്നു. തന്റെ ഫാമിലിയെ സന്തോഷത്തോടെ ഹ്യൂമൻ ടോർച്ച് ആലിംഗനം ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാവരും മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയനിൽ അവരവരുടെ സ്ഥാനത്ത് വന്ന് നിൽക്കണമെന്നും ഗോഡ്സില മരണപ്പെട്ടോ എന്ന് കൺഫേം ചെയ്യണമെന്നും ബ്ലാക്ക് പാന്തർ മറ്റ് ഹീറോസിനോട് പറയുന്നു. അതെ, ഗോഡ്സില മരണപ്പെട്ടിട്ടില്ല. ഗോഡ്സില തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അമേരിക്ക തന്റെ വൈബ്രേനിയം ഷീൽഡ് മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയന്റെ നേരെ വലിച്ചെറിഞ്ഞതും ആന്റ്മാൻ തന്റെ പിം പാർട്ടിക്കിൾസിന്റെ സഹായത്തോടെ ആ വൈബ്രേനിയം ഷീൽഡിനെ വലുതാക്കി മാറ്റുന്നു. ഗോഡ്സില തന്റെ പവർഫുൾ ആയ അറ്റോമിക് ബ്രത്ത് മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയന് നേരെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ വൈബ്രേനിയം ഷീൽഡ് ഉപയോഗിച്ച് അറ്റോമിക് ബ്രത്തിനെ തടയുന്നു. എല്ലാവരും വേഗം തന്നെ മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയനെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകാൻ ബ്ലാക്ക് പാന്തർ ആജ്ഞാപിക്കുന്നു. ഇനി എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുക എന്ന് വളരെ പരിഭ്രാന്തിയോടെ ക്യാപ്റ്റൻ അമേരിക്ക റീഡ് റിച്ചാർഡ്സിനോട് ചോദിക്കുമ്പോൾ ഗോഡ്സിലയോട് പോരാടാനോ ഗോഡ്സിലെ കൊല്ലാനോ ഗോഡ്സിലയ്ക്ക് നേരെ മാജിക് പ്രയോഗിക്കാനോ നമുക്ക് സാധിക്കില്ല. നമുക്കിനി ആകെ ചെയ്യുവാൻ സാധിക്കുന്നത് ഗോഡ്സിലെ ഭൂമിയിൽ നിന്ന് എക്സൈൽ ചെയ്യുക എന്നതാണെന്ന് എർത്തിലെ സ്മാർട്ടസ്റ്റ് മാൻ എന്ന് വിളിക്കപ്പെടുന്ന റീഡ് റിച്ചാർഡ്സ് മറുപടിയായിട്ട് പറയുന്നു. ഗോഡ്സില മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയന്റെ ഇടത്തെ കൈ പറിച്ചെടുത്ത് നശിപ്പിക്കുമ്പോൾ ബ്ലാക്ക് പാന്തറിന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ ഹീറോസും മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയനെ ഉപേക്ഷിച്ച് പുറത്തേക്ക് എത്തുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ പല ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ട് കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഗോഡ്സിലെ ബന്ദിയാക്കി മാറ്റി. ഗോഡ്സിലയ്ക്ക് ഒന്നനങ്ങാൻ പോലും സാധിക്കുന്നില്ല. മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയന്റെ ഓരോ ഭാഗങ്ങളും ഗോഡ്സിലയുടെ വായും കൈയും കാലുമെല്ലാം ബന്ധിച്ചിരിക്കുകയാണ്. റീഡ് റിച്ചാർഡ്സിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ സ്ട്രേഞ്ച് ക്രിംസൺ ബാൻസ് ഓഫ് സിറ്റോറാക്ക് ഉപയോഗിച്ച് ഗോഡ്സിലെ വളരെ ശക്തമായിട്ട് ബന്ധിക്കുകയും മാത്രമല്ല ക്രിംസൺ ബാൻസ് ഓഫ് സിറ്റോറാക്കിനെ തോർ തന്റെ മ്യോൾനിയറിൽ ചുറ്റി വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിട്ട് തോർ ആകാശത്തേക്ക് വലിച്ചെറിയുന്നു.
അതെ, ക്രിംസൺ ബാൻസ് ഓഫ് സിറ്റോറാക്ക് ഉപയോഗിച്ച് ബന്ദിയാക്കിയ ഗോഡ്സിലെ മ്യോൾനിയർ സ്പേസിലേക്ക് കൊണ്ടുപോവുകയാണ്. തന്റെ ഇതുവരെയുള്ള പഠനത്തിലൂടെ നിർജീവമായി കിടക്കുന്ന ഒരു സോളാർ സിസ്റ്റത്തെ, അതായത് ഒരു ഡെഡ് സോളാർ സിസ്റ്റത്തെ റീഡ് റിച്ചാർഡ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്കാണ് മ്യോൾനിയർ ഗോഡ്സിലെ കൊണ്ടുപോകുന്നത്. ആക്രമിക്കാനും ഉപദ്രവിക്കാനും നശിപ്പിക്കാനും ഒന്നും അവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഗോഡ്സില ചിലപ്പോൾ സമാധാനം എന്തെന്ന് മനസ്സിലാക്കിയേക്കാം. ഗോഡ്സില ഏത് ഗ്രഹത്തിലേക്കാണോ വന്ന് വീഴേണ്ടത് അവിടേക്ക് മാജിക് ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി തോറും മാജിക്കും ആ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്ലാനറ്റിൽ നിന്നുകൊണ്ട് തോറ് തന്റെ വെപ്പണായ മ്യോൾനിയറിനെ സമ്മൺ ചെയ്യുമ്പോൾ പ്രകാശത്തിന്റെ വേഗതയിൽ ഗോഡ്സിലയും കൊണ്ട് തോർ നിൽക്കുന്ന പ്ലാനറ്റിലേക്ക് മ്യോൾനിയർ വന്ന് ഇടിച്ചിറങ്ങുന്നു. അവിടെ വലിയ ഗർത്തം ഉണ്ടാവുകയും ആ ഗർത്തത്തിൽ ബോധരഹിതനായി കിടക്കുന്ന ഗോഡ്സിലയുമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷം മാൻഹാട്ടനിലെ അവഞ്ചേഴ്സ് മാൻഷനിൽ അവഞ്ചേഴ്സും എക്സ്മെനും ദ ഫാന്റാസ്റ്റിക് ഫോറും എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്. ഗോഡ്സില എന്ന അതിശക്തനായ ബീസ്റ്റിനെ നാട് കടത്തിയ സന്തോഷത്തിലാണ് സൂപ്പർ ഹീറോസ് എല്ലാവരും. ബർഗറും ബാർബിക്യൂം സോസേജും എന്ന് വേണ്ട പലതരം വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കുകയാണ് നമ്മുടെ സൂപ്പർ ഹീറോസ്. ഗോഡ്സിലയെ നാട് കടത്തിയതുകൊണ്ട് തന്നെ ഇനി മോശമായിട്ട് സംഭവിക്കത്തില്ലായിരിക്കുമെന്നൊക്കെ ബ്രൂസ് ബാനർ റീഡ് റിച്ചാർഡ്സിനോട് പറയുമ്പോൾ ഗോഡ്സില ഇപ്പോഴുള്ള പ്ലാനറ്റിനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് തനിക്കുണ്ടെന്നും അവിടെ ഗോഡ്സില ഉണ്ടാക്കുന്ന ഒരു ചെറിയ അനക്കം പോലും തനിക്ക് അറിയാൻ സാധിക്കുമെന്നും റീഡ് റിച്ചാർഡ്സ് ബ്രൂസ് ബാനറിനോട് മറുപടിയായിട്ട് പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ബാക്സ്റ്റർ ബിൽഡിംഗിൽ വളരെ ശാന്തമായിരിക്കുന്ന തന്റെ ടീം മെമ്പേഴ്സിനോട്, അല്ല തന്റെ ഫാമിലിയോട് ഗോഡ്സിലയെ പറ്റിയുള്ള ഒരു ഭയാനകമായ ന്യൂസ് പറയാൻ പോവുകയാണ് റീഡ് റിച്ചാർഡ്സ്. ഗോഡ്സില എന്ന പേര് കേട്ടപ്പോൾ തന്നെ ദ ഫാന്റാസ്റ്റിക് ഫോർ തലയിൽ കൈവച്ചു. ഫ്യൂച്ചറിലെ ജോണി സ്റ്റോം അയച്ച ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണ് റീഡ് റിച്ചാർഡ്സ് തന്റെ ഫാമിലിയെ കാണിച്ചത്. എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും ഗോഡ്സില എന്ന ബീസ്റ്റിനെ ഒരിക്കലും സ്പേസിലേക്ക് അയക്കരുതെന്നും അങ്ങനെ ചെയ്താൽ എർത്തിലും സ്പേസിലുമായിട്ട് ഒരുപാട് പേര് മരണപ്പെടുമെന്നൊക്കെയാണ് ഫ്യൂച്ചറിലെ ജോണി സ്റ്റോം ആ മെസ്സേജിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഗോഡ്സിലെ സ്പേസിലേക്ക് അയച്ച ദ ഫാന്റാസ്റ്റിക് ഫോറിനും അവഞ്ചേഴ്സിനും എക്സ്മെനും ഒക്കെ ഇതിലും വലിയൊരു അടി കിട്ടാനില്ല. ഗോഡ്സിലെ നിരീക്ഷിക്കാൻ വേണ്ടി റീഡ് റിച്ചാർഡ്സ് നിർമ്മിച്ച സാറ്റലൈറ്റും നശിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും അവഞ്ചേഴ്സിനെയും എക്സ്മെനെയും വിളിച്ചു കൂട്ടേണ്ട സമയമായിരിക്കുന്നു. ഇതേ സമയത്ത് പ്ലാനറ്റ് ഗോഡ്സിലയിൽ മയക്കത്തിലായിരുന്ന ഗോഡ്സിലയെ ഉണർത്തിക്കൊണ്ട് ഒരു നിഴൽ ഗോഡ്സിലയ്ക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അവിടേക്ക് എത്തിയവൻ സിംബിയോട്ടുകളെ നിയന്ത്രിക്കുന്നവനാണ്. അവൻ ഗോഡ് ഓഫ് ദ സിംബിയോട്ട്സ് എന്നറിയപ്പെടുന്ന നള്ളാണ്. നള്ളിനും ഗോഡ്സിലയ്ക്കും ഒരേ ലക്ഷ്യമാണ്, എല്ലാത്തിനെയും വിനാശം ചെയ്യുക എന്നുള്ളത്. എല്ലാം നശിപ്പിക്കാനായിട്ട് അവർ ഒരുമിക്കാൻ പോവുകയാണ്. അതെ, നള്ളിന്റെ നിർദ്ദേശപ്രകാരം സിംബിയോട്ടുകൾ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സിലയെ ഹോസ്റ്റ് ആക്കി ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അതെ, ഗോഡ്സില ഗോഡ് ഓഫ് ദ സിംബിയോട്ട്സ് ആയ നള്ളിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. ഗോഡ്സില തിരികെ എത്തും മാർവൽ യൂണിവേഴ്സിനെ നശിപ്പിക്കാനായിട്ട്. ഇതോടെ ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്ക് അവസാനിക്കുന്നു. ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കോമിക്കിൽ ഉടനീളം ഗോഡ്സിലയും മാർവൽ യൂണിവേഴ്സിലെ പല ഹീറോസും വില്ലൻസ് തമ്മിലുള്ള പോരാട്ടങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു. ഡോർമാമു, സെലസ്റ്റിയൽസ്, ഹൾക്ക്, മാഗ്നേറ്റോ, തോറ്, ഡോക്ടർ സ്ട്രേഞ്ച് എന്നിങ്ങനെ പല പവർഫുൾ ക്യാരക്ടേഴ്സുമായിട്ടും ഗോഡ്സില ഫൈറ്റ് ചെയ്യുന്നതും അവരെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് ഒരുപാട് പ്രതിസന്ധിയിലാക്കുന്നതുമൊക്കെ ഈ കോമിക്കിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു. കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സില എത്രമാത്രം ശക്തനും അപകടകാരിയാണെന്ന് കാണിച്ചു തന്ന ഒരു കോമിക് സീരീസ് ആണ് ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ്. ഒരുപാട് പേർക്ക് ഗോഡ്സിലെ ഇത്ര ശക്തനാക്കി കാണിക്കുന്നതും മാർവൽ ഹീറോസിനെ തഴം താഴ്ത്തി കാണിക്കുന്നതുമൊക്കെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നറിയാം. ഒന്നോർക്കുക, കഥയെ കഥയുടെ രീതിയിൽ മാത്രം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.